a decade, he has played a major role in introducing Junior Chamber International or JCI into our lives, Mr. Manoj Govind. He is not just a national trainer, but also a certified JCI author and an esteemed member of the Lions Club International. With more than 15 years of expertise and over 25,000 hours of training, he has worked with various multinational companies in designing and delivering innovative trainings and intervention. He is truly an inspirational figure, and I welcome Manoj sir to deliver the welcome speech. My humble pranam to each one of you. ഇന്നത്തെ ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് ധന്യമാക്കുവാൻ വേണ്ടി വന്ന ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരെയും കൃത്യമായി ഇന്നത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വ്യവസായ മേഖലയിലെ ശ്രദ്ധേയമായ വ്യക്തിത്വമായ മാനേജിംഗ് ഡയറക്ടർ ഓഫ് വി സ്റ്റാർ മലയാളികൾക്ക് പരിചയപ്പെടുത്തലിന് ആവശ്യമില്ലാത്ത ശ്രീമതി ഷീല കൊച്ചൗസിഫ് മാഡമാണ് നമ്മുടെ മുഖ്യാതിഥി. മാഡത്തിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ വ്യാപാര മേഖലയിൽ ഏറെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണലിന്റെ കൊച്ചിൻ റീജിയണൽ ഡയറക്ടർ ശ്രീ അനിൽകുമാറിനെ സാദരം സ്വാഗതം ചെയ്യുന്നു. കലാ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് ശ്രീമതി രൂപ ജോർജ്. ഒരുപക്ഷെ എറണാകുളത്തിന്റെ കലാ സാംസ്കാരിക രംഗത്തെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. മേഡത്തിനെ ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ചടി രംഗത്തെയും പ്രസാധന മേഖലയിൽ ഏകദേശം അരനൂറ്റാണ്ടിന് മുകളിൽ കേരളത്തിലെ ശ്രദ്ധേയമായ സാന്നിധ്യം വഹിക്കുന്ന വാണി പ്രിന്റിംഗ്സിന്റെ മാനേജിംഗ് ഡയറക്ടറായ ഫാദർ ജസ്റ്റിൻ അവരെ സാദരം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തക പ്രകാശന വേളയിൽ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും ഇവിടെ എത്തിച്ചേർന്ന അതിഥികൾ ഷീജയുടെയും ജയമോഹന്റെയും മാതാപിതാക്കളുണ്ട് എന്ന് കരുതുന്നപ്പോൾ അവരെയും ഒപ്പം ഷീജ IT മോളിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നേതൃത്വമായി നിൽക്കുന്ന സഹപ്രവർത്തകരെ ഒപ്പം അതിഥികളെ എല്ലാവരെയും സാദരം ഇന്നത്തെ ഈ ഒരു ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. I thought just to break the protocol of welcome address in a different level, but Jaymohan reminded me be there to do that one. Okay, so I'm sorry to deviate from the protocol. ഈ സ്വപ്നങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ പരാജയം ഉണ്ടാവുക എന്ന് പറയാറുണ്ട്. അങ്ങനെ സ്വപ്നങ്ങളിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ഷീജ ജയമോഹൻ ഇന്ന് കാണുന്ന മേഖലയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അത് അതിശയോക്തി ഇല്ല എന്ന് തന്നെ പറയാം. വിമാനത്തിൽ നിന്ന് പാരഷൂട്ട് ഇല്ലാതെ താഴേക്ക് ചാടുകയും ഭൂമിയിൽ തൊടുന്നതിന് മുമ്പ് പാരഷൂട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് സംരംഭകൻ എന്ന് റോബർട്ട് കിയോസ്കി പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ അനർത്ഥമാക്കുന്ന വ്യക്തിയാണ് മിസിസ് ഷീജ ജയമോഹൻ അല്ലേ? കേരളീയര് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് എഴുതി പഠിക്കുന്ന സമയത്ത് പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഒരു ബ്രാൻഡായി വന്ന വ്യക്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മാറ്റങ്ങൾക്ക് മുമ്പേ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വ്യക്തിയാണ് അദ്ദേഹം. നമ്മൾ നോക്കുമ്പോ സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ ജീവിതം സൃഷ്ടിച്ച ഉത്തരങ്ങളില്ലാത്ത ജീവിത ചോദ്യങ്ങളായിരിക്കണം ഷീജയുടെ ജീവിതത്തിലെ ആദ്യ പ്രചോദനങ്ങൾ എന്ന് ഞാൻ കരുതുന്നതിൽ എന്നെ തെറ്റുപറയില്ല എന്ന് ഞാൻ കരുതട്ടെ. മാനസികപരമായും ശാരീരികപരമായും സാമൂഹ്യപരമായും തൊഴിൽപരമായും നേരിടേണ്ടി വന്ന അപജയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ സ്വയം കണ്ടെത്തി അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാവുന്ന തലത്തിൽ സംവദിക്കാൻ സാധിച്ചു. ശുഭചിന്ത നൽകിയ വിസ്മയങ്ങളിലൂടെ എന്നത് എടുത്തു പറയേണ്ട സവിശേഷതകളിൽ ഒന്നാണ്. സംരംഭക ജീവിതത്തിലെ ഇഴപിരിയാത്ത സമ്മർദ്ദങ്ങളെ സ്വയം അറിവിന്റെ ധൈര്യത്തിൽ കീഴടക്കിയപ്പോൾ കൈവശം വന്നു ചേർന്നത് ജീവിതത്തിൽ സമോഹനമായ നിമിഷങ്ങളാണ് എന്നതും അതിലൂടെ കരസ്ഥമാക്കിയ വിസ്മയങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരുവാൻ
ലൈഫ് ആൻഡ് കോച്ച് എന്ന പുതിയ റോളിൽ നൂറുകണക്കിന് ആളുകളിലേക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നതും ഗതകാല ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ അറിയുന്ന ഷീജ ജയമോനാണ്. 45-ാമത്തെ അധ്യായത്തിൽ പൊരുത്തമില്ലായ്മയിലെ പൊരുത്തം വിജയകരമായ ദാമ്പത്യത്തിന്റെ രഹസ്യക്കൂട്ടായി അവതരിപ്പിച്ചതും 55-ാം അധ്യായത്തിൽ ദൈവത്തിന് കത്തെഴുതുക എന്നതിലൂടെ സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ ഏറ്റവും ലളിതവും ശക്തവുമായ മാർഗം സ്വീകരിക്കുക വഴി ജീവിതത്തിൽ ലഭ്യമായ സമാധാനം ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ നിന്നും 69 അധ്യായങ്ങളിലായി എഴുതിയിരിക്കുന്നത് വായനാസുഖം നൽകുന്നതും പ്രചോദനം നൽകുന്നതുമായ മനോഹരമായ പുസ്തകമാണ് ശുഭചിന്ത നൽകിയ വിസ്മയം. ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ ആശീർവദിക്കുവാനും അനുഗ്രഹിക്കുവാനും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ സമൂഹകരമായ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു.